ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, നമുക്ക് ഈ ആഴ്ച കുറേയധികം പുതിയ ന്യൂസ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറേയധികം പുതിയ ഫിലിംസ് ഈ ആഴ്ച നമുക്ക് റിലീസ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ജൂലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒത്തിരിയധികം ഹൈ ബഡ്ജറ്റ് സിനിമകളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു റൗണ്ട് അപ്പ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആദ്യം സമയം ഞാൻ കളയുന്നില്ല, നേരെ നമുക്ക് തുടങ്ങിക്കാം. സോ നമ്മുടെ ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു സൂപ്പർ ഹീറോ പ്രൊജക്ട് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ആദ്യമേ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് ഇത് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി, അത്രയേ ഉള്ളൂ. ഇനി എന്താണ് ഈ ഒരു സൂപ്പർ ഹീറോ പ്രൊജക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രേ പറയുള്ളൂ. നമ്മുടെ DC മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആണ് ഇത്. ആൻഡ് ഒബ്സ്ക്യൂർ എന്നാണ് ഈ ഒരു യൂണിവേഴ്സിന്റെ പേര്. ആൻഡ് ഈ ഒബ്സ്ക്യൂർ യൂണിവേഴ്സിന്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ഒബ്സ്ക്യൂർ ജെനിസിസിന്റെ ട്രെയിലറാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങളൊന്ന് കണ്ടു നോക്കാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് സപ്പോർട്ട് ചെയ്യൂ, അത്ര ഞാൻ പറയുള്ളൂ. ബാക്കി കൂടുതൽ ഈ ഒരു ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്ന തന്നെയാണ്. പിന്നെ ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഇത് കറന്റ് ഒരു ഒറിജിൻ സ്റ്റോറിയാണ് നമ്മളെ അവർ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. അതായതെന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന സിനിമകൾ അല്ലെങ്കിൽ കോമിക്സുകൾ മാത്രമേ നമുക്ക് കുറച്ചും കൂടി സൂപ്പർ ഹീറോ പവേഴ്സ് കാര്യങ്ങളൊക്കെ അവർ നമ്മളെ ഫുൾ ഫ്ലെജ് നമ്മളെ കാണിച്ചു തരാൻ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇത്രയും വിചാരിച്ചാൽ മതി. ഇതൊരു ഒരു പ്രീ സൂപ്പർ ഹീറോ എറയിലുള്ള ഒരു സിനിമ തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഒറിജിൻ സ്റ്റോറി ആയിരിക്കും നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നത്. സോ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മെഗാൻ സിനിമയുടെ രണ്ടാം പാർട്ടായിട്ടുള്ള മെഗാൻ 2.0 നമുക്ക് ഈ അടുത്തിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വൻ ദുരന്തം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ആ ഒരു സിനിമ റിവ്യൂ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ആഴ്ച നല്ലൊരു പടം കാണണമെങ്കിൽ ബ്രാഡ് പിറ്റിന്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന F1 സിനിമ എന്താണെങ്കിലും കണ്ണും പൂട്ടിപ്പോയി കണ്ടോ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും കിഡിലനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ആ ഒരു സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതിന്റെ പ്രൊമോഷന്റെ ഇടയിലൊക്കെ ടോം ക്രൂസ് അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അണ്ണൻ നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പ് ഗൺ മാവറിക്കിന്റെ സക്സസിന് ശേഷം ഇനി നമുക്കൊരു ടോപ്പ് ഗണ്ണിന്റെ മൂന്നാം പാർട്ട് ലഭിക്കുമോ എന്ന് ചോദിച്ചതിന്റെ ക്വസ്റ്റിനുള്ള ആൻസർ പുള്ളി ഇത്രേ പറഞ്ഞുള്ളൂ: നല്ലൊരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നല്ലൊരു സ്റ്റോറി എപ്പോൾ കിട്ടുന്നു അപ്പം നമുക്ക് ടോപ്പ് ഗണ്ണിന്റെ മൂന്നാമത്തെ പാർട്ട് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. മാവറിക് അവർ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ F1 സിനിമയും അവർ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. F1 സിനിമ കണ്ടവര് കമന്റ് ചെയ്യും. സോ ഇനി നമുക്ക് നേരെ കുറച്ച് ഗെയിമിംഗ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഈ അടുത്തിടയിൽ നമുക്ക് ആക്ച്വലി ഹിഡിയോ കൊജിമയുടെ ഡെത്ത് സ്ട്രാൻഡിങ്ങിന്റെ രണ്ടാം പാർട്ടായിട്ടുള്ള ഗെയിം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, നമ്മുടെ RR ഫിലിമിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബാഹുബലി ഫിലിമിന്റെ ഡയറക്ടർ ആയിട്ടുള്ള രാജമൗലി സാറിനെ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹിഡിയോ കൊജിമ പുള്ളിക്കാരൻ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് പുള്ളിക്കാരൻ്റെ ഒരു ഫുൾ കോപ്പി ഒരു 3D മോഡൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻ ഗെയിം NPC ആയിട്ട് രാജമൗലിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ് ഒരു സൈഡ് മിഷനകത്ത്. സോ നിങ്ങൾ ആക്ച്വലി ഡെത്ത് സ്ട്രാൻഡിങ് 2 ഗെയിമിന് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നോ, നിങ്ങൾ കളിച്ചായിരുന്നോ, നിങ്ങൾ ഫിനിഷ് ചെയ്തോ ഈ ഒരു മിഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതെ തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ യെസ്, നമുക്ക് ജോൺ വാട്സ് റീസെന്റ് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്പൈഡർമാൻ്റെ ഡയറക്ടർ ആയിട്ടുള്ളത്. ആൻഡ് പുള്ളിക്കാരൻ വലിയൊരു റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്, എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ഡയറക്റ്റ് ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അത് ഇത്രയേ ഉള്ളൂ. നോവേ ഹോമിന് ശേഷം പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുമായിരുന്നു. പുള്ളിക്കാരൻ റൺ ഔട്ട് ഓഫ് ഐഡിയാസ് ആയി. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രൊജക്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും നമുക്കൊരു ക്ലിയർ മൈൻഡ് വേണം. ആ ഒരു മൈൻഡ് പുള്ളിക്കാരൻ ആക്ച്വലി കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ AI കടന്നു വരവെല്ലാം കൊണ്ട് തന്നെ പുള്ളിക്കാരൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ടാണ് പുള്ളിക്കാരൻ നോക്കി കാണുന്നത്. ആൻഡ് ഇതെല്ലാം കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നത് തന്നെ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണത്. പക്ഷേ ഡെഫിനറ്റ്ലി ജോൺ വാട്സ് സ്റ്റാർ വാർസ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അതിലേക്ക് ആ ഒരു പ്രൊജക്റ്റിലേക്ക് പുള്ളിക്കാരൻ തിരിച്ചു വരും എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ജോൺ വാട്സിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്ത ജെയിംസ് ബോണ്ടിന്റെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഡ്യൂൺ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡെനിസ് വെല്ലനി ആണെന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി ആരാണ് ജെയിംസ് ബോണ്ട് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ആൻസർ സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴും കുറേ കാസ്റ്റിംഗ് റൂമേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഞാൻ പക്ഷെ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഹെൻറി കാവിലിനെ കാണാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം.
എന്നിരുന്നാൽ തന്നെ നമുക്ക് എന്താണെങ്കിൽ ഡെനിസ് ആയിരിക്കും ഈ വരാൻ പോകുന്ന പുതിയ റീബൂട്ടഡ് ജെയിംസ് ബോണ്ട് ഫ്രാഞ്ചൈസി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് പുള്ളിക്കാരൻ ഒരു കിടിലനായിട്ടുള്ള ഒരു ഫിലിം മേക്കർ തന്നെയാണ്. നമ്മൾ പുള്ളിക്കാരൻ്റെ എന്താ പറയുക ഒരു ഫിലിം മേക്കിംഗ് കഴിവുകളെല്ലാം ഡ്യൂൺ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. സോ ആ ഒരു മാസീവ് സ്കെയിലിൽ നമുക്കൊരു ജെയിംസ് ബോണ്ട് ഒരു പടം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. സോ ഞാൻ ആസ് ഒരു ഫാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് എന്താണ് ഡെനിസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി തന്നെ. യെസ്, നമുക്ക് ജുറാസിക് ഫ്രാഞ്ചൈസിക്കകത്തുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ജുറാസിക് വേൾഡ് റീബർത്ത് ഈ ഒരു ആഴ്ച റിലീസ് ചെയ്യാൻ പോകുക തന്നെയാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഗ്ലോബലി റിലീസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 2 നമുക്ക് ഇന്ത്യയിൽ ജൂലൈ 4 നമുക്ക് റിലീസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് നമുക്കിപ്പോൾ അതിൻ്റെ പ്രീമിയറും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും വെയിറ്റ് ചെയ്തിരിക്കണം, കാരണം പടം ഫുൾ ഫ്ലെജ് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ കഴിയുള്ളൂ. ആൻഡ് റീസെൻ്റ്ലി നമുക്കറിയാം ദ ലെജൻഡറി ഡയറക്ടർ ആയിട്ടുള്ള സ്റ്റീവൻ സ്പീൽബർഗ്, പുള്ളിക്കാരൻ ആദ്യത്തെ 3 സിനിമ ഡയറക്റ്റ് ചെയ്തെങ്കിലും 2 സിനിമ പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്തെങ്കിലും ബാക്കിയുള്ള എല്ലാ സിനിമയ്ക്കകത്തും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് റീസെൻ്റ്ലി റീബർത്തിനെ കുറിച്ച് പുള്ളിക്കാരൻ ഭയങ്കര രീതിയിൽ തന്നെ പ്രൈസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ചിലപ്പോൾ അത് പ്രൊമോഷൻ്റെ ഭാഗമായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്റ്റീവൻ സ്പീൽബർഗിന് ഈ ഒരു ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് എന്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ ആക്ച്വലി ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തോ അതോ നിങ്ങൾ ആക്ച്വലി എക്സൈറ്റഡ് ആണോ എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാർഷൽ അലിയും നമുക്ക് ആക്ച്വലി ഈ ഒരു റീബർത്ത് സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ പ്രീമിയർ സംഭവിച്ചതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരനോട് ഒരു മാർവൽ ഫാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് എന്താണ് ബ്ലേഡ് സിനിമയെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്, ബ്ലേഡ് വരുമോ? യെസ്, വെൽക്കം ബാക്ക് ടു ദ ബ്ലേഡ് സെക്ഷൻ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ മാർഷൽ അലി ഇത്രേ ആ ഒരു ഫാനിനോട് പറഞ്ഞുള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ മാർവൽ ഇപ്പം എന്താണ് അവിടെ കുക്ക് ചെയ്യണമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ബ്ലേഡ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനും എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് സ്ക്രിപ്റ്റൊക്കെ മാറ്റി എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയറക്ടറിനെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ അറിയില്ല മാർവൽ എന്താണ് ബ്ലേഡ് ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. സോ മേ ബി വരാം, മേ ബി വരാതിരിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതൊരു മേ ബി ആയി തന്നെ മാറുമോ? ഈ അടുത്തിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഫ്ലാഷിൻ്റെ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്ന എസ്ര മില്ലർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാനെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് അതിനകത്ത് പുള്ളിക്കാരൻ ഇൻ്റർവ്യൂസിനകത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, അതായത് ഞാൻ തിരിച്ച് ഹോളിവുഡിലേക്ക് വരാൻ പോവുക തന്നെയാണ്, ഇത് ജസ്റ്റ് എൻ്റെ ഒരു പുതിയ ഇതായിരിക്കും, ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു വ്യക്തിയെ ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല. പക്ഷേ പുള്ളിക്കാരൻ ആ ഒരു പ്രീമിയറിനകത്ത് വന്നപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം തന്നെയായിരുന്നു. അതായത് ഏത് കമ്മ്യൂണിറ്റിയാണ് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യം പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. LGBT ആണെങ്കിൽ അത് ഫുള്ളി LGBT ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം തന്നെ വരണം. ഇത് അതുമല്ല ഇതുമല്ല, എന്താ പറയുക, ഇവിടെ നിന്ന് ഇറങ്ങിയും ചെയ്ത് അവിടെ എത്തിയില്ല എന്നുള്ള രീതിയിലുള്ള കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഇടുന്നത്. കാരണം ഓൾറെഡി പുള്ളിക്കാരൻ ഒത്തിരി കോൺട്രവേഴ്സിയും കാര്യങ്ങളുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ തിരിച്ച് ഹോളിവുഡിലേക്ക് വരുക എന്നുള്ള വലിയ വാദങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് നല്ലൊരു വിഷസ് നമുക്ക് കൊടുക്കാം. എസ്ര ഫ്ലാഷ് സിനിമയ്ക്കകത്ത് എനിക്ക് പുള്ളിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ആകാതെ പോയത് കൊണ്ട് തന്നെയായിരുന്നു ഫ്ലാഷ് ഏറ്റവും വലിയ ദുരന്തമായി പോയിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, സൂപ്പർമാൻ ഗ്ലാസ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് സൂപ്പർമാൻ ആണെന്ന്. എല്ലാവരും വിചാരിക്കും ക്ലർക്ക് കെൻ്റ് ആണെന്നുള്ളൊരു കാര്യം. പക്ഷേ ഗ്ലാസ് ഒരിക്കലും അത് സൂപ്പർമാനും ആവും. ആൻഡ് ഇതെന്താണ് എന്നുള്ളൊരു കാര്യം ജെയിംസ് ഗണ്ണോട് ഈ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ജെയിംസ് ഗൺ പറഞ്ഞു, എൻ്റെ വരാൻ പോണ സൂപ്പർമാൻ്റെ സിനിമയ്ക്കകത്ത് ഞാൻ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സൂപ്പർമാൻ യൂസ് ചെയ്യുന്ന ഒരു ഹിപ്നോ ഗ്ലാസസ് ആണ്. സൂപ്പർമാന് ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ളൊരു പവറും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ജെയിംസ് ഗൺ പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല, കാരണം സൂപ്പർമാൻ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും സൂപ്പർമാൻ ഒരു വാമ്പയർ ആണെന്നൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് പറയുമായിരിക്കും, എനിക്കറിയില്ല. സോ അതാണ് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആൻസർ. ആൻഡ് ആ ഒരു ആൻസർ പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമിന് വേണ്ടിയിട്ട് മൈക്കിൾ ബേ തിരിച്ചു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, യെസ്, 8 വർഷത്തിന് ശേഷം മൈക്കിൾ ബേ തിരിച്ച് ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിലേക്ക് വരുക തന്നെയാണ്. ഇനി പുതിയ വരാൻ പോകുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് മൈക്കിൾ ബേ തന്നെയായിരിക്കും. സോ എന്താണെങ്കിലും നമുക്ക് ഒന്നും കണ്ടില്ലെങ്കിലും അത്യാവശ്യം കുറേയധികം രീതിയിലുള്ള പൊട്ടിത്തെറിക്കുന്ന എക്സ്പ്ലോഷൻസ് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടുമില്ല. സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ആഴ്ചയുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോസിനകത്ത് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് ഈ ആഴ്ച നമ്മുടെ ജുറാസിക് വേൾഡ് റീബർത്ത് സിനിമ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്തോ, നിങ്ങൾ എവിടെ പോയാണ് നിങ്ങൾ ആ ഒരു സിനിമ കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ബിഫോർ യു വാച്ച് വീഡിയോയും കൂടി നമ്മൾ എന്താണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. So once again, thank you so much for watching this video, guys. Stay safe, guys. Stay awesome. See you guys next episode.
പോച്ച്.